ദേവത എന്നുള്ളതായ ശബ്ദം നമ്മൾ വളരെ നാളുകളായിട്ട് നമ്മുടെ ദൈനികമായിട്ടുള്ള വാക്ക് വ്യവഹാരങ്ങളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ദേവത. വ്യാകരണ ശാസ്ത്രമനുസരിച്ച് ദേവത എന്ന് പറയുന്ന ശബ്ദം സ്ത്രീലിംഗമാണ്. ദേവത എന്ന് പറയുന്ന ശബ്ദം സ്ത്രീലിംഗമാണ്. അതിനൊരു പുല്ലിംഗ ശബ്ദമുണ്ട്. അതാണ് ദേവഹ എന്ന് പറയുന്നത്. ദേവൻ, മലയാളത്തില് ദേവൻ. ഈ പുല്ലിംഗ ശബ്ദവും സ്ത്രീലിംഗ ശബ്ദവും ഈ ദേവപദത്തിനുള്ള പോലെ തന്നെ അതിന് ഒരു നപുംസക ലിംഗ പദവുമുണ്ട്. അതാണ് ദേവത്വം. ദേവത്വം. അപ്പൊ ദേവഹ, ദേവത, ദേവത്വം. അതേപോലെ ദൈവിക പുല്ലിംഗം, ദൈവികത സ്ത്രീലിംഗം, ദൈവികത്വം നപുംസകലിംഗം. ഞാനിത് പറഞ്ഞു വരുന്നത് വ്യാകരണപരമായിട്ടും നിരുക്തപരമായിട്ടും നമ്മൾ വേദത്തെ സമീപിക്കുന്ന പോലെ തന്നെ മറ്റൊരു സമീപനം കൂടി വേദത്തോട് നമ്മൾ കൈക്കൊള്ളേണ്ടതുണ്ട്. അതാണ് വേദത്തോടുള്ള ദാർശനികമായ സമീപനം. ദേവഹ, ദേവത, ദേവത്വം എന്നുള്ള പദങ്ങളെ വ്യാകരണം കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ നിരുക്തവും കൈകാര്യം ചെയ്യുന്നുണ്ട്. വ്യാകരണം വ്യാകരണത്തിന്റെ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ നിരുക്തം നിരുക്തത്തിന്റെ രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യുക. ആ രണ്ട് വിഷയങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. കാരണം അത് എന്റെ വിഷയമല്ല, ആചാര്യ ആനന്ദരാജിയുടെ വിഷയമാണ്. അത് ആചാര്യ ആനന്ദരാജി കൈകാര്യം ചെയ്തോളും. അപ്പൊ അതിന്റെ ദാർശനികമായ വശത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ചിലയിടത്തുനിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും ജന്മനാ ജായതേ ശൂദ്രഃ കർമ്മണാ ദ്വിജ ഉച്യതേ എന്ന്. ജനിക്കുമ്പോ നമ്മളില് പല സാമർഥ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. ജനിക്കുന്ന ആളിൽ പല സാമർഥ്യവും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് പ്രകടമായിട്ടില്ല. ഒരു പൊട്ടന്റെ പോലെയാ. അതുകൊണ്ടായിരിക്കണം ഇംഗ്ലീഷുകാർ അതിനെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത്. ഇതിനെ പ്രാമാണികമായിട്ട് കേൾക്കരുത് കേട്ടോ. കാരണം പൊട്ടൻ എന്നുള്ള മലയാള ശബ്ദത്തിൽ നിന്നല്ല പൊട്ടൻഷ്യൽ ഉണ്ടായത്. ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ.
കണ്ടിട്ടില്ലേ നമ്മള് 2 നില വീട് പണിത് കഴിയുമ്പോ 3-ാം നില നമുക്കിപ്പോ ആവശ്യമില്ല. അതുപോലെ 3-ാം നില പണിയാനുള്ള ഫണ്ടും ഇല്ല. അപ്പൊ എപ്പെങ്കിലും ഫണ്ട് വരികയോ ആവശ്യം വരികയോ ചെയ്യുകയാണെങ്കിൽ 3-ാം നില പണിയാം എന്നുള്ളതായിട്ടുള്ള ഒരു വിചാരത്തിന്റെ പിൻബലത്തിൽ നമ്മളോട് ഒരു കൂട്ടം കാര്യം ചെയ്തു വെക്കാറുണ്ട്. നമ്മുടെ പില്ലർ വാർക്കുന്ന കമ്പി അത് മുകളിൽ വെച്ച് മുറിച്ച് കോൺക്രീറ്റ് ചെയ്യാതെ അതിങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കാണാം. അതാണ് 3-ാം നിലയിലേക്കുള്ള ലീഡ്. ശബ്ദങ്ങളൊക്കെ എന്റെയാണ് കേട്ടോ. കൺസ്ട്രക്ഷൻ ഫീൽഡിലെ ഈ ശബ്ദമാണോ ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ വിഷയം ദർശനമായതുകൊണ്ട് നമ്മൾ എന്താണോ കണ്ടത്, നമ്മൾ എന്താണോ അറിഞ്ഞത്, കണ്ടതിന്റെ വെളിച്ചത്തിൽ നമ്മൾ അറിഞ്ഞ ശബ്ദങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ നാമകരണം ചെയ്യും. അതുകൊണ്ടാണ് 3-ാം നിലയിലേക്കുള്ള ലീഡ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മളിലുള്ളതായ ശക്തിവിശേഷങ്ങൾ അത് ബീജരൂപത്തിൽ ഉണ്ടോ എന്ന് പോലും സംശയം വരുന്ന രീതിയിൽ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് ഗുപ്തമാണ്. ഗുപ്തമാണെന്ന് വെച്ചെങ്കിൽ അത് അതിന്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ അത് സുരക്ഷിതമാണ്. അതിനെ ആരും എടുത്തുകൊണ്ട് പോവില്ല. പക്ഷെ കാലം ചെല്ലുന്തോറും അതിനെ പുറത്തു കൊണ്ടുവരാനുള്ള നിരവധി സാഹചര്യങ്ങൾ ഉണ്ടാവും. ആ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതാത് സമയത്ത് വന്നു ചേരുമ്പോൾ ആ സാഹചര്യത്തിന്റെ ബലത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, നമ്മുടെ ഉള്ളിലുള്ളതായ ശക്തികൾ അത് ബഹിർനിർഗമിക്കും. ഒരു ശക്തി നമ്മുടെ ഉള്ളിലുള്ളത് അത് ബഹിർനിർഗമിക്കുമ്പോ, പുറത്തേക്ക് വരാൻ തുടങ്ങുമ്പോ നമ്മൾ എന്തു ചെയ്യണം? അത് ശരിയായ രീതിയിൽ മുന്നോട്ട് നീങ്ങുന്ന രീതിയിൽ അതിനൊരു ചാനൽ ഉണ്ടാക്കി കൊടുക്കണം. കൃഷിക്കാരൻ ചെയ്യുന്ന പോലെ തേക്ക് കൊട്ട കൊണ്ട് തോട്ടിൽ നിന്ന് അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് കുളത്തിൽ നിന്ന് വെള്ളം തേവി മുന്നോട്ടൊഴിക്കുമ്പോ വെള്ളമായതുകൊണ്ട് തന്നെ അതിന്റെ സ്വഭാവം ഒഴുകുന്നതായതുകൊണ്ട് അത് ഒഴുകിക്കൊള്ളും. പക്ഷേ നമ്മൾ വിചാരിക്കുന്നിടത്ത് വിചാരിക്കുന്ന സമയത്തിനുള്ളിൽ ആ ജലം എത്തണമെങ്കിൽ ആ ജലം ഒഴുകാനായിട്ട് ഒരു ചാനൽ വ്യവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ആ ചാനൽ വ്യവസ്ഥയുടെ പേരാണ് നാടൻ ഭാഷയിലെ തോട്. തോടിന് വേറെയും അർത്ഥമുണ്ട്. പുറന്തോട്. ഈ പുറന്തോടും തോടും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. ഒരു വിത്തിന്റെ, ഒരു ബീജത്തിന്റെ ബീജ സ്വഭാവത്തെ അല്ലെങ്കിൽ ബീജ സാമർഥ്യത്തെ
ഒരു ബൗണ്ടറി തീർത്ത് ആ ബൗണ്ടറിക്കുള്ളിൽ സുരക്ഷിതമായി വയ്ക്കുന്ന ജോലിയാണ് അതിന്റെ തോട് ചെയ്യുന്നതെങ്കിൽ, പുറന്തോട് ചെയ്യുന്നതെങ്കിൽ, ഈ വെള്ളത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ വെള്ളത്തെ മുന്നോട്ട് മുന്നോട്ട് നയിക്കുന്ന ജോലിയാണ് നമ്മൾ മണ്ണിൽ കീറുന്നതായ തോടുകൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കിയപ്പോ മണ്ണിൽ കീറുന്നതായ തോടുകൾ ആ വെള്ളം കൊണ്ടുപോകുന്നതിന് കമ്മീഷൻ ചോദിക്കും. എന്താ? അത് പോകുന്ന വഴിയിലെല്ലാം മണ്ണ് എന്ത് ചെയ്യും? തനിക്ക് ആവശ്യമുള്ള വെള്ളം കുടിക്കും. ബാക്കി വെള്ളം മാത്രമേ, അത് മണ്ണിന്റെ കമ്മീഷനാണ്. കാരണം എന്റെ മുകളിൽ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ കുടിച്ചിട്ട് എനിക്ക് മതിയായിട്ട് ബാക്കി ഭാഗം മതി. അപ്പൊ പല വർഷങ്ങളായി, നൂറ്റാണ്ടുകളായിട്ട് ഈ മണ്ണിന് കമ്മീഷൻ കൊടുത്താണ് നമ്മൾ വയലേലകളിലേക്കും മറ്റു നമ്മുടെ ഔഷധ ഫല സസ്യങ്ങളിലേക്കും പച്ചക്കറികളിലേക്കും എല്ലാം വെള്ളം കൊണ്ടുപോയിരുന്നത്. അന്ന് ജനസംഖ്യ വളരെ കുറവായിരുന്നതുകൊണ്ട് വെള്ളം ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു. ആൾക്കാർ കുടിച്ചു തീർത്തിരുന്നില്ല. ആൾക്കാർ വലിച്ച ടാങ്കിൽ എന്ത് ചെയ്തിരുന്നില്ല? ചേർത്ത് വച്ചിരുന്നില്ല. കാരണം എന്താ? എപ്പോ വേണമെങ്കിലും ഉപയോഗിക്കാൻ പാകത്തിന് ജലം സുലഭമായിരുന്നു. അതിന്റെ ഒരു പ്രത്യേക കാരണം ജനസംഖ്യ കുറവായിരുന്നു എന്നുള്ളതാണ്. ജനസംഖ്യ കൂടിക്കഴിഞ്ഞപ്പോഴോ നമുക്ക് മനസ്സിലായി മണ്ണിന് കമ്മീഷൻ കൊടുത്തുകൊണ്ടുള്ള കൃഷി, തോട്ടിലൂടെയുള്ള ജലപ്രവാഹം, അത് കുറച്ച് നഷ്ടമാണ്. ആ നഷ്ടം നികത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? മണ്ണിന്റെ പുറത്തായിട്ട് നമ്മളൊരു പേസ്റ്റ് സിമെന്റ് ഇട്ടിട്ട് എന്ത് ചെയ്തു? തോടുകൾ സിമെന്റ് ചെയ്തു. അപ്പോഴോ? അപ്പൊ സിമെന്റും അവിടെ കുറച്ച് വെള്ളം വലിക്കും, വലിക്കാണ്ടിരിക്കില്ല. മണ്ണ് വലിക്കുന്ന അത്ര ഇല്ലെങ്കിലും ഒരേ ജാതിയല്ലേ, അത് വെള്ളം വലിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വെള്ളം വലിക്കാത്തതായ മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് കുഴലുകൾ ഉണ്ടാക്കി, ഹോസുകൾ ഉണ്ടാക്കി, കുഴലുകൾ ഉണ്ടാക്കി. ഈ കുഴലുകൾ ഉണ്ടാക്കാൻ നമ്മളെ പഠിപ്പിച്ചത് ആരാ? പൊന്മുട്ടയിടുന്ന താറാവില് ശ്രീനിവാസനോട് മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ ചെമ്പില് സ്വർണം പൊതിഞ്ഞിട്ട് കള്ളിയായി അവളെ പറ്റിക്കാനുള്ളതായ വിദ്യ നീ എവിടുന്നാ പഠിച്ചത്? അത് ഞാൻ എന്റെ അച്ഛനിൽ നിന്ന്. കാരണം അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചത് അങ്ങനെ ചെമ്പ് കാശില് സ്വർണം പൂശി കൊടുത്തിട്ടാ. അപ്പൊ അതിനെ അനുസ്മരിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചത് എവിടുന്ന? നമ്മുടെ ശരീരത്തിൽ നിന്ന്. ഇന്നുള്ള എഞ്ചിനീയറിംഗ് സംവിധാനങ്ങൾ മുഴുവനും നമ്മൾ പഠിച്ചത് നമ്മുടെ ശരീരത്തിൽ നിന്നാണ്. അപ്പൊ ഒരു ചോദ്യം പ്രസക്തമായി വരാൻ സാധ്യതയുണ്ട്. ശരീരവിജ്ഞാനത്തിൽ നിന്ന് ഇതൊക്കെ പഠിക്കാൻ നമുക്ക് ശരീരവിജ്ഞാനം പിന്നീടല്ലേ ഉണ്ടായത്? നമ്മൾ തോടുണ്ടാക്കിയത് ശരീരവിജ്ഞാനത്തെ കണ്ടുകൊണ്ടാണോ? പ്രസക്തമായ ചോദ്യമല്ലേ. എന്റെ വീട്ടില് ഞാൻ എന്റെ സ്കൂൾ ടൈമില് ഒരു മുളക് പൊടി നട്ടു. ആ മുളക് പൊടിയിലേക്ക് മുളക് കൊടിക്ക് വെള്ളം എത്തിക്കാനൊരു തോട് കീറി. ചെറിയൊരു കോല് കൊണ്ട് കുത്തി കീറിയതാ. അത് ശരീരവിജ്ഞാനത്തെ കണ്ടുകൊണ്ടാണോ ഞാൻ ആ തോട് കീറിയത്? അല്ലല്ലോ. അപ്പൊ ശരീരവിജ്ഞാനമാണ് ഇതിന് പിന്നിലെന്ന് പിന്നെ എങ്ങനെയാ പറയുക?
അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നാൽ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ ഈ തോട് കയറാൻ പഠിച്ചത് ആരിൽ നിന്നാ? ജീവിച്ചിരിക്കുന്നവരായ നമ്മുടെ മുതിർന്നവരിൽ നിന്നാ. അത് ചെറിയ തോടായാലും വലിയ തോടായാലും. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുതിർന്നവർ ഈ തോട് കയറാൻ ശീലിച്ചത് ആരിൽ നിന്നാ? അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന അവരുടെ പൂർവികരിൽ നിന്ന്. അങ്ങനെ നമ്മൾ ഈ വിജ്ഞാനത്തിന്റെ ഉത്ഭവം അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ത്? ഇതെല്ലാം നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ പൂർവസൂരികളായ ഋഷിമാരാണ്. ഋഷിമാരോ? അവർ വേദത്തെ ദർശിച്ചിട്ടാണ്, അവരുടെ ദർശനത്തിൽ നിന്നാണ് അവർക്ക് ഇത് ലഭ്യമായത്. കേവലം വേദം വായിച്ചിട്ടാണോ അവർക്ക് ലഭ്യമായത്? അല്ല. കേവലം വേദം വായിച്ചത് കൊണ്ടല്ല. കേവലം വേദം വായിച്ച് ആരും പണ്ഡിതനാവാൻ പോകുന്നില്ല. കാരണം വേദം വായിക്കണമെങ്കിൽ തന്നെ അത് എങ്ങനെ വായിക്കണം എന്നറിയണ്ടേ? അതുകൊണ്ട് ഒരു വിദ്യ ഉണ്ടെങ്കിൽ ആ വിദ്യ പറഞ്ഞു തരുന്നതായിട്ടുള്ള, ആ വിദ്യയെ അറിയുന്നതായിട്ടുള്ള ഒരു വ്യക്തിവിശേഷം ആവശ്യമാണ്. ആ വിദ്യ ശരിയാണ് എന്ന് നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണിച്ചു തരുന്ന സൃഷ്ടിയുടെ രചനാവിശേഷവും ആവശ്യമാണ്. വേദം എങ്ങനെയാണോ ഗ്രന്ഥരൂപത്തിൽ അല്ലെങ്കിൽ ശബ്ദരൂപത്തിൽ ഉപലബ്ധമായിട്ടുള്ളത്, നമ്മൾ കാതുകൊണ്ട് കേൾക്കുന്നത്, ആ കാതുകൊണ്ട് നമ്മൾ കേൾക്കുന്നതായ വിഷയങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ പാകത്തിന് സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കാണുകയും കണ്ടറിയുകയും വേണം. അപ്പൊ നമ്മുടെ കണ്ടറിവും നമ്മുടെ കേട്ടറിവും പരസ്പര പൂരകങ്ങളായിട്ട് സമന്വയിക്കുമ്പോഴാണ് നമ്മുടെ വൈദിക വിജ്ഞാനം അല്ലെങ്കിൽ നമ്മുടെ ലൗകിക വിജ്ഞാനം അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത്. ഈശ്വരന്റെ സൃഷ്ടിയിൽ ഇപ്രകാരം രണ്ടു തരം ചാനൽ വ്യവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഓപ്പൺ ചാനലാണ്. ഓപ്പൺ ചാനൽ. രണ്ട് ആവൃതമായിട്ടുള്ള കവർ ചെയ്യപ്പെട്ടിട്ടുള്ള ചാനലാണ്. ചെറിയ അരുവികൾ, തോടുകൾ, ഇതെല്ലാം ഓപ്പൺ ചാനലുകളാണ്. അതിലൂടെ വെള്ളം പോകുന്നത് കാണാം. വഴിനീളം ജലം കമ്മീഷൻ രൂപത്തിൽ കൊടുത്തുകൊണ്ടാണ് ഈ ചാനൽ ബാക്കിയുള്ളതിനെ മാത്രമേ മുന്നോട്ട് നയിക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ശരീരത്തിനകത്തോ, നമ്മുടെ കുടലുകൾ, നമ്മുടെ രക്തക്കുഴലുകൾ, നമ്മുടെ നാഡീവ്യൂഹങ്ങൾ, ഇതെല്ലാം കവർ ചെയ്യപ്പെട്ട കുഴൽ രൂപത്തിലുള്ളതാണ്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തോട്ടിൽ നിറയുന്ന വെള്ളം അത് ഒഴുകും എന്നുള്ളത് തീർച്ചയാണ്.
നിറവുണ്ടെങ്കിൽ തോട്ടിൽ ഒഴുക്കുണ്ടാവും. പക്ഷെ മഴ നിന്ന് കഴിയുമ്പോ എല്ലാവരും പങ്കിട്ട് ആ ഒഴുക്ക് വറ്റിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ വറ്റിപ്പോയി കഴിഞ്ഞാൽ ആ വെള്ളം ഒരിക്കലും സമുദ്രത്തിൽ പോയി ചേരാറില്ല. ഒരു ശ്ലോകമുണ്ട്, ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. അവിടെ യഥാ ഗച്ഛതി സാഗരം എന്നുള്ളതാണ് ഉപമ. അവിടെ പ്രവാഹത്തിന്റെ ആധിക്യമുണ്ടെങ്കിൽ മാത്രമേ ജലം സമുദ്രത്തിൽ എത്താറുള്ളൂ. പ്രവാഹത്തിന് ആധിക്യമില്ലെങ്കിലോ അത് ഒഴുകി അത് വറ്റി വരണ്ടു പോകും. അതുകൊണ്ട് വറ്റി വരണ്ടു പോവാതിരിക്കണമെങ്കിൽ അതിനൊരു തുടർച്ച ആവശ്യമാണ്. വറ്റി പോവാതിരിക്കണമെങ്കിൽ എന്ത് വേണം? പ്രവാഹത്തിനൊരു തുടർച്ച വേണം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, തുടർച്ച ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞു നിരന്തരം. പക്ഷെ നിരന്തരത്തിന് ഒരു കുഴപ്പം പറ്റി. എന്താ? 2 മണിക്കൂർ നേരം അത് നിരന്തരം പ്രവഹിച്ചു. അത് കഴിഞ്ഞപ്പോഴോ 2 മണിക്കൂർ നിന്നപ്പോൾ പ്രവാഹവും നിലച്ചു. അപ്പൊ നിരന്തരം എന്ന് പറയുന്നത് ശരിയാണെങ്കിലും ആ നൈരന്തര്യം എല്ലാ അർത്ഥത്തിലും നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു ശബ്ദം കൂടി നമ്മൾ കൂട്ടിച്ചേർത്തു, ദീർഘകാലം. അപ്പൊ 1 ദീർഘകാലം ഉണ്ടായിരിക്കണം, 2 നിരന്തരം ഉണ്ടായിരിക്കണം. 3 സത്കാരം. എന്താ സത്കാരം? പറ്റും. എന്തുകൊണ്ട് പറ്റില്ല? തീർച്ചയായും പറ്റും. അത് പറ്റുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കും. പറ്റുന്ന രീതിയിലുള്ളതായ പ്രവൃത്തിയില് ഒരു കുറവും ഞാൻ വരുത്തില്ല. അതൊരു കോൺഫിഡൻസാ. എന്താ കോൺഫിഡൻസ്? ഒരു സകാര ബലം. ആ സകാര ബലം എന്ന് പറഞ്ഞത് അതിനെ വികസിപ്പിക്കുമ്പോൾ അതിനെ നമ്മൾ സത്കാര ബലം എന്ന് പറയും. സത്കാര ബലം. അവിടെ ജാഗരണം ആവശ്യമാണ്. സത്കാരം ഉണ്ടാവണമെങ്കിൽ അവിടെ ജാഗരണം വേണം. ഒരു വാച്ചർ, ഒരു സെക്യൂരിറ്റി മാൻ, അവൻ അനുവദിച്ച കസേരയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഫലം? അത് മുഴുവൻ സിസ്റ്റത്തെയും കൊളാപ്സ് ചെയ്യപ്പെടും, അല്ലെ കൊളാപ്സ് ചെയ്യാനായിട്ട് ഇടയാക്കും ഒരു സെക്യൂരിറ്റിക്കാരൻ ഉറങ്ങിക്കഴിഞ്ഞാൽ.
നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയ ശേഷം അദ്ദേഹം വളരെ ആവേശപൂർവ്വം പറഞ്ഞൊരു വാക്കാണ്, ഞാൻ വളരെ നിഷ്കർഷത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ഭാരതത്തിന്റെ ഖജനാവിനെ കാത്തുരക്ഷിക്കും. ഇതപര്യന്തമുള്ള ഗവൺമെന്റുകളെ പോലെയല്ല, പ്രധാനമന്ത്രിമാരെ പോലെയല്ല, ഖജനാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ടുള്ള ഓരോ പൈസയ്ക്കും ഞാൻ കാവൽക്കാരനായിരിക്കുന്നു. എന്തായാലും പിന്നീട് വന്ന ഒരു 10-12 കൊല്ലം രാഷ്ട്രീയപരമായിട്ട് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വികസനത്തിന്റെ ഒരു സുനാമി പരുവം നമുക്ക് കാണാൻ കഴിഞ്ഞു. വളരെ സന്തോഷം തോന്നിയ ഒരു സംഭവം ഇന്നുണ്ടായത് ഞാൻ പറയാം. അഹമ്മദാബാദ് നഗരത്തിലെ ബസ് സ്റ്റാൻഡ് ആയിട്ടുള്ള ഗീതാ മന്ദിർ GST ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് നിന്ന് ഞാൻ സാബർമതിയിലേക്ക് ഒരു 2 വീലർ ടാക്സി ഓർഡർ ചെയ്തു. അവസാനം എന്റെ മൊബൈലില് വന്നുകൊണ്ടിരിക്കുന്നു, 1/2 മിനിറ്റിനുള്ളിൽ സ്പോട്ടിലെത്തും, ഞാൻ നിൽക്കുന്നിടത്തേക്ക് എത്തും എന്ന മെസ്സേജ് കണ്ടു. ഞാൻ നോക്കിയപ്പോ ഒരു പെൺകുട്ടി ഒരു ആക്റ്റീവയുമായിട്ട് എന്റെ അരികിൽ വന്ന് ബ്രേക്ക് ചെയ്തു. ഞാൻ മൊബൈൽ പിടിച്ചോണ്ടിരിക്കുക. ആ കുട്ടിയുടെ വണ്ടിയുടെ ഹാൻഡിലിന്റെ അവിടെ ഒരു ക്ലിപ്പില് ആ കുട്ടിയുടെ മൊബൈൽ ഉണ്ട്. എന്റെ കയ്യിലുള്ള ബാഗ് മേടിച്ച് അത് കാല് വെക്കുന്നിടത്ത് വെച്ചു. എന്നോട് കയറാൻ പറഞ്ഞു. വഴിനീളം പിന്നിലിരുന്നുകൊണ്ട് ഞാൻ ആ കുട്ടിയെ കുറിച്ച് ഓർക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ ഈ സിസ്റ്റം ഇപ്പൊ പെട്ടെന്നൊന്നും വരാൻ കാര്യം ഒരു സാധ്യതയില്ല. കാരണം എന്താ, പുറകിലിരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് വേണം. ഇത് ഈ വണ്ടി കൊണ്ടുവന്ന കുട്ടിക്ക് ഹെൽമെറ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് എന്റെ കയ്യിൽ ഹെൽമെറ്റ് ഇല്ല. എനിക്ക് തരാനായിട്ട് ആ കുട്ടിയുടെ കയ്യിലും ഹെൽമെറ്റ് ഇല്ല. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് വണ്ടിയുടെ പുറകിൽ സഞ്ചരിക്കുന്ന ആർക്കും അവിടെ ഹെൽമെറ്റ് ഇല്ല. ഈ അഹമ്മദാബാദ് നഗരത്തിൽ. അവിടെ നിന്ന് ആ കുട്ടിയുടെ മൊബൈൽ ഉള്ള ആ ഒരു ട്രാക്ക് അനുസരിച്ച് എന്നെ ചേരേണ്ട സ്ഥലത്തില് ഈ സാബർമതിയുടെ അടുത്ത് ചാന്ദ്ഖേഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബി ക്യാബിൻ എന്ന് പറയുന്നതായിട്ടുള്ള റെയിൽവേ ക്വാർട്ടേഴ്സ് ഉള്ള ഭാഗത്ത് കൊണ്ടുവന്ന് ഇറക്കി. ഞാൻ ചോദിച്ചു എത്രയായി എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു 161 രൂപ. 161 രൂപ. ഞാൻ 200 രൂപ നൽകിയപ്പോ പറഞ്ഞു ചില്ലറ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, വെച്ചോളൂ എന്ന് പറഞ്ഞ സമയത്ത് കുട്ടി പറഞ്ഞു 161 രൂപയാണ് എനിക്ക് അർഹതപ്പെട്ടത്. താങ്കളുടെ കയ്യില് ഓൺലൈൻ പേ ചെയ്യാനുള്ള ഗൂഗിൾ പേ ഇല്ലേ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മൊബൈലിൽ തന്നെ ഒരു ബാർകോഡ് കാണിച്ചു. ഞാൻ ടൈപ്പ് ചെയ്യുമ്പോ ആ കുട്ടി നോക്കി 161 കൂടുതലുണ്ടോന്ന്. എന്നിട്ട് എന്റെ കയ്യില് ഒരു ഇത്തിരി ഭാരമുള്ള ലഗേജ് ഉണ്ടായിരുന്നു. ഈ റോഡിൽ നിന്ന് താങ്കൾക്ക് ഏത് കെട്ടിടത്തിലേക്കാണ് പോവേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ തൊട്ട് മുമ്പിലുള്ള ഒരു കെട്ടിടം ചൂണ്ടിക്കാണിച്ചു. അപ്പൊ വീണ്ടും അതെടുത്ത്
ഈ വണ്ടിയിൽ കയറ്റി വെച്ചിട്ട് ആ കെട്ടിടത്തിന്റെ, കാരണം ഞാനൊരു വയസ്സനാ കാഴ്ചക്ക്, റോഡ് വ്യവസ്ഥയെ കുറിച്ച് ഞാൻ പറയുന്നത് മോശമാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ വന്നിട്ടൊന്ന് കാണുക. എനിക്ക് പറയാതിരിക്കാനാവില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഞാൻ ആത്മവിശ്വാസത്തെ കുറിച്ചാ പറഞ്ഞത്. എല്ലാ തൊഴിലിനും മാന്യത, ആളുകളുടെ ഇടയിൽ തൊഴിലുമായിട്ട് ഇടപഴകേണ്ടി വരുമ്പോ സ്ത്രീയാണ് പുരുഷനാണ് എന്നുള്ളതായ ഭയപ്പാടില്ലായ്മ, എപ്രകാരമാണോ സോഷ്യൽ സർവീസ് രംഗത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഇന്നത്തെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ആ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതേപടി പ്രാവർത്തികമാക്കാനായിട്ട് പരുവപ്പെട്ടതായിട്ടുള്ള ഒരു പ്രതലം ഈ ഭൂമണ്ഡലത്തിൽ എമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലേക്ക് അതൊരു പക്ഷേ വൈകിയായിരിക്കും എത്തുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അവിടെ നൈരന്തര്യം ആവശ്യമാണ്, ദീർഘകാലത്വം ആവശ്യമാണ്, അതിനേക്കാൾ ഉപരിയായിട്ട് കോൺഫിഡൻസ് ആവശ്യമാണ്, ആത്മവിശ്വാസം ആവശ്യമാണ്. അങ്ങനെ പോകുമ്പോൾ 4 വശത്തും സംഭവിക്കാവുന്നതായ വേസ്റ്റേജ്, നമ്മുടെ ബലം അപഹരിക്കപ്പെടാൻ സാധ്യതയുള്ളതായിട്ടുള്ള എല്ലാ ലൂപ്പ് ഹോളുകളെയും നമ്മൾ അടയ്ക്കണം. അപ്പോൾ നമ്മുടെ നാഡികളിൽ കൂടി പ്രവഹിക്കുന്ന രക്തം, ഊർജം, ഇത് രണ്ടും എത്തേണ്ടിടത്ത് എത്തുകയും പ്രവർത്തിപ്പിക്കേണ്ടതിനെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും. ഇതിനെ അടിവരയിട്ട് പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥമാണ് യോഗശാസ്ത്രം. യോഗശാസ്ത്രം യോഗശാസ്ത്രം പറഞ്ഞു, യോഗവിജ്ഞാനം വഴിക്ക് നമ്മുടെ ശാരീരിക വ്യവസ്ഥയെ നമ്മൾ അറിയുമ്പോൾ അതിനും ഉള്ളിലുള്ളതായ മാനസിക വ്യവസ്ഥയെ കൂടി നമ്മൾ അറിയും. ആ മാനസിക വ്യവസ്ഥയും ശാരീരിക വ്യവസ്ഥയും തമ്മിലുള്ളതായ സംബന്ധത്തെ നമ്മൾ അറിയും. ആ സംബന്ധം എപ്രകാരമാണോ നമ്മൾക്ക് വിഷയമായത്, അതുപോലെ തന്നെയാണ് ഈ ലോകത്തെമ്പാടുമുള്ള പുറമേയുള്ള വിഷയങ്ങളെയും നമുക്ക് കണ്ടെത്താൻ കഴിയുക. അവിടെ പറഞ്ഞു, തേന അനേന ചിത്ത സർവേ പരിണാമാഹ വ്യാഖ്യാതാഹ. നമ്മുടെ ചിത്തമണ്ഡലത്തിൽ വരുന്നതായ മാറ്റങ്ങളെ യോഗബലം കൊണ്ട് നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ ആ ചിത്തപരിണാമം അകത്ത് സംഭവിക്കുന്ന പോലെ തന്നെയാണ് പുറമേയുള്ള എല്ലാ പരിണാമങ്ങളും നമുക്ക് ബോധ്യപ്പെടുക. ഈ ആന്തരിക പരിണാമത്തെക്കുറിച്ച് ആരാണോ അറിയാത്തത്, അവർ ബാഹ്യ പരിണാമത്തെക്കുറിച്ച് മാത്രം എത്ര പഠിച്ചിട്ടും കാര്യമില്ല. എന്താ, അവിടെ നൈരന്തര്യം ഉണ്ടാവില്ല. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ്
എന്ന് വിലയിരുത്തപ്പെടണം. ഞാൻ എന്നുള്ളത് ഈ ലോകത്തിന്റെ അവിഭാജ്യമായിട്ടുള്ള ഘടകമാണെന്ന് വിലയിരുത്തപ്പെടുകയും ഞാൻ എന്താണോ അറിഞ്ഞത് ആ അറിവ് വെച്ചുകൊണ്ടായിരിക്കണം ലോകത്തെ വിലയിരുത്തേണ്ടത്. അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ അറിഞ്ഞത് വെച്ചല്ലേ നമ്മൾ വിലയിരുത്തുക. ആരെങ്കിലും പറഞ്ഞു തന്നിട്ടാണോ അങ്ങനെ വേണമെന്ന്? അല്ല. അതുകൊണ്ട് ഈ ശാസ്ത്രങ്ങളെല്ലാം അതിന്റെ സ്വാഭാവികതയിൽ ഊന്നിയതാണ്. അവിടെ തെല്ലുപോലും കൃത്രിമത്വം എന്ന് പറയുന്നത് ഇല്ലേയില്ല. ഋഷിമാർ പറഞ്ഞുണ്ടാക്കിയതല്ല, മറിച്ച് എന്താണോ ഉണ്ടായത് അതിനെ കണ്ടിട്ട് അറിഞ്ഞിട്ട് അതിനെ പറഞ്ഞു നമ്മളെ പഠിപ്പിച്ചതാണ്. നമ്മുടെ നിശ്വാസം പോലെ മൃദുലവും നമ്മുടെ നിശ്വാസം പോലെ സ്വാഭാവികവുമാണ് ഈ വിദ്യ. നമ്മൾ ഗ്രന്ഥങ്ങൾ വായിച്ച് സാഹചര്യങ്ങളെ വിലയിരുത്താതെ കാര്യങ്ങളെ അറിഞ്ഞു വേണം സാഹചര്യങ്ങളെ വിലയിരുത്താൻ. ഇപ്പോൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റതാ. എന്താ? നമ്മളൊരു കാര്യം വായിക്കും, ആ വായിച്ചത് വെച്ച് നമ്മൾ ലോകത്തെ വിലയിരുത്തും. ഇഷ്ടമാതിരി തട്ട് നമുക്ക് കിട്ടും, വീഴ്ചകൾ ഉണ്ടാവും. അങ്ങനെയാണ് പോണതെങ്കിൽ അപ്പൊ തേന അനേന ചിത്ത പരിണാമേന സർവേ പരിണാമാഹ വ്യാഖ്യാത. എല്ലാ പരിണാമങ്ങളെയും, ഈ ചിത്തപരിണാമത്തെ അറിഞ്ഞ ആള് എല്ലാ പരിണാമത്തെയും അയാൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. സത്യസന്ധമായിട്ട് എപ്രകാരമാണോ അത് സംഭവിക്കുന്നത് അതിനെ അപ്രകാരം തന്നെ കാണാനും വിലയിരുത്താനും കഴിയും. അതുകൊണ്ട് പറയുന്നത് എന്തുമാവട്ടെ, നമ്മൾ ഊന്നൽ നൽകേണ്ടത് പറയുന്നത് ആരാണ് എന്നുള്ളതാണ്. നമ്മളെന്താ പറഞ്ഞു പഠിപ്പിച്ചേക്കണേ? പറയുന്നത് ആരുമാവട്ടെ, പറയുന്നത് എന്താണെന്നാണ് ഓർക്കേണ്ടതെന്നാണ്. അല്ല, ഉപനിഷത്ത് പറയുന്നു വക്താരം വിജാനീയാത്, വക്താവിനെ അറിയുക. എങ്ങനെ? വാക്യത്തിലൂടെ. എന്താ എന്റെ അർത്ഥം? കാരണം വക്താവിന് വിഭ്രമമുണ്ടെങ്കിൽ വാക്യത്തിലും വിഭ്രമം ഉണ്ടാവും. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഭ്രമം ഉണ്ടാവും. എനിക്ക് വിഭ്രമമുണ്ടെങ്കിലോ ഞാൻ കാണുന്നതിലൊക്കെ ആ വിഭ്രമത്തിന്റെ പ്രതിഫലനം ഉണ്ടാവും. ഇങ്ങനെ സൃഷ്ടിയുടെ പരിണാമത്തിന്റെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള തലങ്ങളെ അതിന്റെ യാഥാർത്ഥ്യ ബുദ്ധിയോട് കൂടിയിട്ട് അതിന്റെ സ്വാഭാവികതയെ ഒട്ടും തന്നെ കൈമോശം വരുത്താതെ കോർത്തിണക്കിയിട്ടാണ് പരമകാരുണികന്മാരായിട്ടുള്ള ഈ ഋഷി പരമ്പര ഒരു സിസ്റ്റത്തിന് ചേർന്ന രീതിയിൽ ഈ പദ്ധതികളെയെല്ലാം നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ നാമകരണം ചെയ്തു അഗ്നിഹോത്രം പദ്ധതി.
പദ്ധതിയാ, പ്രൊജക്റ്റാ. കുട്ടികളെ കൊണ്ട് പ്രൊജക്ട് വർക്ക് ചെയ്യിക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് വൈദികര് അഗ്നിഹോത്ര പദ്ധതി ഉണ്ടാക്കി ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തു. ദർശ പൗർണമാസ പദ്ധതി, അത് പദ്ധതിയാ. ചാതുർമാസ്യ പദ്ധതി, നിരൂഢ പശുബന്ധാഖ്യ പദ്ധതി, ജ്യോതിഷ്ടോമ പദ്ധതി, സർവകൃതു പദ്ധതി. ഇങ്ങനെ 6 തരം പദ്ധതികളെ നമുക്ക് സംഭാവന ചെയ്തു. എന്തുകൊണ്ടാ ഈ 6 തരം പദ്ധതി? 6 തരം പദ്ധതിയെ നമ്മൾ ചുറ്റോട് ചുറ്റും വയ്ക്കുമ്പോൾ അവിടെ ഒരു ഷഡ്കോൺ ഉണ്ടാവും. ഷഡ്കോൺ. ഈ ഷഡ്കോൺ എന്ന് പറയുന്നത് വളരെ കൊമേഴ്സ്യലാണ്. അറിയോ അത്? 6 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് കൊമേഴ്സ്യലായിട്ട് സംഖ്യാശാസ്ത്രം അനുസരിച്ച് വളരെ ഉദാത്തമായിട്ടുള്ള സ്ഥാനാണുള്ളത്. അതുകൊണ്ട് തേനീച്ച തേൻ ശേഖരിക്കുമ്പോൾ അതിന്റെ ഓരോ സെല്ലുമുണ്ടല്ലോ, അതിന്റെ ആകൃതി ഷഡ്കോൺ. ആ ഷഡ്കോണിലാണ് തേൻ വയ്ക്കുക. ആ ഷഡ്കോണിന്റെ ഈ ഒരു പ്രത്യേകതയാണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ സ്വർണം തേനിലുരച്ച് അതിന്റെ നാവിൽ കൊടുക്കാൻ പറയുന്നതിന്റെ കാരണം. സ്ഥിരതയുടെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ് ഈ ഷഡ്കോൺ. തേനീച്ചയുടെ കാലോ ഷഡ്പദം, 6 കാലുകളാ. ഷഡ്പദം. യോഗശാസ്ത്രം ഈ തേനീച്ചയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എവിടെയാ? അഷ്ടാംഗ യോഗത്തിൽ. എവിടെ? അഷ്ടാംഗ യോഗത്തിൽ ഏത് ഭാഗത്ത്? പ്രത്യാഹാരം എന്ന് പറയുന്നതായ പ്രകരണത്തിൽ. അഞ്ചാമത്തെ പ്രകരണം. യമങ്ങൾ, നിയമങ്ങൾ, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം. ആ പ്രത്യാഹാര പ്രകരണത്തെ യോഗഭാഷ്യകാരനായിട്ടുള്ള വ്യാസൻ തേനീച്ചയുടെ ഉദാഹരണം നൽകിക്കൊണ്ടാണ് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കാരണം ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതല്ലേ തേനീച്ചകൾ കൂട്ടത്തോടെ പറക്കുന്നതും ഇരിക്കുന്നതും. പറഞ്ഞു വന്നത്, ദേവശബ്ദത്തിന് പുല്ലിംഗരൂപമുള്ള പോലെ ദേവത എന്ന് പറയുന്ന സ്ത്രീരൂപവും ദേവത്വം എന്ന് പറയുന്ന നപുംസക രൂപവുമുണ്ട്. എന്നിട്ട് ഞാൻ പ്രത്യാഹാരം എന്ന് പറയുന്ന പ്രകരണത്തില് ഇന്നത്തെ ഈ കാര്യത്തിൽ എത്തിച്ച് ഇവിടെ നിൽക്കുക. അപ്പൊ ഇതിന് ദേവതയും ഈ ദേവത്വവും ദേവനുമായിട്ട് എന്താ ബന്ധം? ദേവതയെ അറിയുന്നവനാണ് ദേവൻ.
ഒരുവൻ ദേവതയെ അറിയുമ്പോൾ അവനിൽ ദേവത്വം ഉണ്ടാവുന്നു. ദേവത്വം എന്ന് പറഞ്ഞാൽ ദേവഭാവം. ആ ദേവഭാവം തികഞ്ഞവനെയാണ് ദേവൻ എന്ന് പറയുന്നത്. അതിന്റെ സ്ത്രീലിംഗമാണ് ദേവി. ദേവഭാവത്തെ അറിഞ്ഞവൾ അല്ലെങ്കിൽ ദേവഭാവം ഉള്ളവൾ. ഈ ദേവഭാവം ആരില കിളിർക്കുക? മനുഷ്യനിൽ. അസുരനിൽ ദേവഭാവം കിളിർക്കില്ല. അസുരന് ദേവഭാവം കിളിർക്കണമെങ്കിൽ ആദ്യം അവൻ മനുഷ്യനാവണം. അതുകൊണ്ട് അസുരന്മാരെ മനുഷ്യനാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യരും ദേവന്മാരും ചേർന്ന് അസുരന്മാർക്കെതിരെ യുദ്ധം നയിച്ചത്. ഒരസുരനും നേരിട്ട് ദേവഭാവത്തിലേക്ക് വരാനാവില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹൃദയമുള്ളവൻ, അസുരൻ എന്ന് പറഞ്ഞാലോ ഹൃദയമില്ലാത്തവൻ. അപ്പൊ ഹൃദയമില്ലാത്തവനെ ഹൃദയമുള്ളവനാക്കിയാൽ മാത്രമേ ആ ഹൃദയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പടിപടിയായിട്ട് ദേവത്വത്തിലേക്ക് ഉയരാൻ കഴിയൂ. പുരുഷസൂക്തം വളരെ സ്പഷ്ടതയോടുകൂടി പറയുന്നുണ്ട്, തന്മർത്യസ്യ ദേവത്വം ആജാനമഗ്രേ. തന്മർത്യസ്യ ദേവത്വം ആജാനമഗ്രേ. അത് കഴിയുമ്പോഴോ മനുഷ്യനിൽ ദേവത്വം വന്നു കഴിയുമ്പോ മനുഷ്യന് തിരിച്ചറിവുണ്ടാവും, എന്നിൽ ദേവത്വം കുടികൊള്ളുന്നു. അപ്പൊ മനുഷ്യൻ പറഞ്ഞു, വേദാഹമേതം പുരുഷം മഹാന്തം. അപ്പൊ ഇതുവരെ ദേവൻ 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 എന്ന് പറഞ്ഞ് 4 വശവും നോക്കിയിരുന്ന ഞാൻ അവിടെ എവിടെയും ദേവനെ കണ്ടില്ല. പക്ഷേ എന്നിൽ ദേവത്വം സംഭവിച്ചപ്പോ ആ ദേവത്വം, ഞാൻ അന്വേഷിക്കുന്ന ദേവത്വം എന്നിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു, അഹം ഏതം ആദിത്യവർണം തമസഹ പരസ്താത് ദേവം വേദ. ഏതം പുരുഷം വേദ. ഈ പുരുഷനെ, ഏത് പുരുഷനിലാണോ ദേവത്വം ഉണ്ടായത്, ആ ദേവത്വം ഉണ്ടായ ഞാനാകുന്ന പുരുഷനെ ഇതാ ഞാൻ അറിയുന്നു. പച്ചമാങ്ങ പഴുക്കുന്ന പോലെയാ. പച്ചമാങ്ങ പഴുക്കുന്ന പോലെയാ. മാവിൽ നിന്ന് പച്ചമാങ്ങ ഉണ്ടാവണമെങ്കിൽ അത് പൂക്കണം. പൂവുണ്ടായില്ലേ കായ ഉണ്ടാവുള്ളൂ. കൊമ്പിൽ നിന്ന് നേരെ കായ ഉണ്ടാവില്ലല്ലോ. കൊമ്പിൽ നിന്ന് പൂവുണ്ടാവും, പൂവിൽ നിന്നാണ് കായ ഉണ്ടാവും. ഈ കൊമ്പാണ് അസുരൻ. അസുരത്വം മാറുമ്പോ അവിടെ എന്തുണ്ടാവും? അത് പുഷ്പിക്കും. അപ്പൊ എന്നിലുള്ളതായ മനുഷ്യത്വം പരിണമിച്ച് അത് ദേവത്വമായി മാറുകയും ഇന്നലെ വരെ മനുഷ്യൻ എന്ന രീതിയിൽ എന്നെ കണ്ട ഞാൻ എന്നിൽ വന്നുദിച്ചതായ മാറ്റത്തെ അറിഞ്ഞ് എന്നിൽ ഇതാ ദേവത്വം വന്നിരിക്കുന്നു എന്നറിയുകയും ചെയ്യുമ്പോൾ ഞാൻ മനുഷ്യത്വം വിട്ട് എവിടേക്ക് മാറിയവനാവും? ദേവത്വത്തിലേക്ക് കുടികൊണ്ടവനാവും. നമ്മളിലൊരു മാറ്റം ഉണ്ടാവുമ്പോ നമ്മളെ തന്നെ നിരീക്ഷിക്കുന്ന നമ്മളല്ലേ അതിനെ ആദ്യം അറിയുക. ഇന്ന് നേരെ തിരിച്ചാ, നമ്മളിൽ എന്തെങ്കിലും ഉണ്ടാവുമ്പോ ആരെങ്കിലും കണ്ടു പറയുമ്പോഴാണ്, നിന്റെ മുഖത്തെന്താ അങ്ങനെ, നിന്റെ കവളെന്താ വീർത്തിരിക്കണേ? അപ്പോഴാണ് എന്റെ കവൾ വീർത്താണോ ഇരിക്കണതെന്ന് നമ്മൾ
ചിന്തിക്കുന്നത് തന്നെ, ആ വിഷയത്തെ നമ്മൾ ഗൗനിക്കുന്നത് തന്നെ ഒരാൾ പറയുമ്പോഴാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്ന വിഷ്ണുത്വം, നമ്മൾ സംജാതമാകുന്ന രുദ്രത്വം, യമത്വം, വരുണത്വം, ഈ ഭാവങ്ങളെയൊക്കെ നമുക്ക് വേറിട്ട് കണ്ടെത്താൻ കഴിയും. വാസ്തവത്തിൽ ഇതിന്റെയെല്ലാം അടിസ്ഥാന ശക്തി എന്ന് പറയുന്നത് ഈ ആത്മതത്വമാണ്. ഈ ആത്മതത്വത്തിൽ വന്നുദിക്കുന്ന ധർമ്മങ്ങളാണ് രുദ്രത്വം, വരുണത്വം, വിഷ്ണുത്വം എന്നൊക്കെ പറയുന്നത്. അത് സാഹചര്യങ്ങൾക്കനുസരിച്ച്, നമ്മൾ ചെയ്യേണ്ടതായ ദൗത്യങ്ങൾക്കനുസരിച്ച് അത് നമ്മളിൽ മാറി മാറി വിളങ്ങുന്നത് കാണാം. ഞാൻ ഇന്നൊരു ഭാഗം ഇതിൽ കാണാനിടയായി. ഏതൊരു പുസ്തകത്തിന്റെ കുറെ ഭാഗങ്ങൾ ഫോട്ടോസ്റ്റാറ്റിൽ ഇട്ടിട്ടുണ്ട്, അതിന്റെ കോപ്പി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ശൈവന്മാരെയും രുദ്രത്വമുള്ളവരേക്കും അടിച്ചോടിച്ച് ഈ വൈഷ്ണവന്മാർ ഉണ്ടാക്കിയ ഭാവമല്ല ഏത്. ഇതെല്ലാം സമയാസമയങ്ങളില് സാഹചര്യങ്ങൾക്കനുസരിച്ച്, യുക്തിക്കനുസരിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ മാറി മാറി വരുന്നത് കാണാം. പക്ഷേ ഇതിന്റെ ഈ മാറ്റമെല്ലാം എവിടെയാണോ സംഭവിക്കുന്നത്, അടിസ്ഥാന ശക്തി ഒന്ന് തന്നെയാണ്. അതാണ് ഏകം സത് എന്ന് പറഞ്ഞാൽ, ആ അടിസ്ഥാന ശക്തി നമ്മളിലുള്ളത് ഒന്നാണ്, ഏകം സത്. വിപ്രാഹ നമ്മൾ നമ്മുടെ വിശേഷ പ്രജ്ഞ കൊണ്ട് ആ ശക്തിയെ കാണുമ്പോൾ അത് ഓരോ ഭാവത്തിൽ നമുക്ക് അനുഭവപ്പെടും. ഓരോ ഭാവത്തിൽ അനുഭവപ്പെടുമ്പോഴോ നമ്മൾ ബിരുദന്മാരല്ലേ, ഒരുപാട് പേരുകൾ അറിയുന്നവരല്ലേ, നമ്മളും അതിന് ഉചിതമായിട്ടുള്ള പേരുകൾ നൽകി വിളിക്കും. അപ്പൊ അത് അനുഭവിച്ചറിയണമെങ്കിൽ അതിനെ നമ്മുടെ ദാർശനികമായ പദ്ധതികളെ പഠിക്കുകയും ആവശ്യമനുസരിച്ച് അതിനെ ശാസ്ത്രീയമായി കോർത്തിണക്കി പദ്ധതികൾ ഉണ്ടാക്കി ആ പദ്ധതികളെ ആചരിക്കുകയും, എങ്ങനെ ശ്രദ്ധയോടു കൂടിയിട്ട്, നിഷ്ഠയോടു കൂടിയിട്ട് നിരന്തരം ദീർഘകാലം ആചരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത്, എവിടെയാണോ ചെന്നെത്താൻ ആഗ്രഹിക്കുന്നത്, ആ പരമപദത്തിൽ നമ്മൾ ചെന്നെത്തും. പരമപദത്തിൽ ചെന്നെത്തിക്കഴിഞ്ഞാലോ ഈ ദേവഭാവങ്ങളെയെല്ലാം പിന്നീട് നമുക്ക് ബർഡനാണ്. ലക്ഷ്യത്തിൽ ചെന്നെത്താനുള്ള കരുക്കളായ നമ്മൾ തന്നെ ആർജിച്ച ദേവഭാവങ്ങളെല്ലാം ലക്ഷ്യത്തെ നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ അത് നമുക്കൊരു ഭാരമായി തീരും. ഭാരമായി തീരുമ്പോഴോ ആ ഭാരത്തെ നമ്മൾ ഒഴിവാക്കുമ്പോഴോ ഈ ദേവഭാവങ്ങളെല്ലാം പ്രകൃതിയിലേക്ക് തിരിച്ചു മടങ്ങും. നമ്മളോ എല്ലാ ധർമ്മങ്ങളെയും വിട്ട്, എല്ലാ ധർമ്മങ്ങളെയും വിട്ട്, കാരണം ഈ ധർമ്മങ്ങളാണ് ദേവഭാവങ്ങളെ ഉണ്ടാക്കിയത്. അപ്പൊ അതിന്റെ പ്രയോജനം കഴിഞ്ഞാലോ അത് നമ്മൾ കൈവിടുമ്പോൾ അതെല്ലാം അതിന്റെ പ്രകൃതിയിലേക്ക് മടങ്ങും. അപ്പോഴാണ് നമ്മൾ എന്നുള്ളതായി ഈ ആത്മാവിനെ നിഷ്കലനായ പുരുഷൻ, കലകളില്ലാത്ത പുരുഷൻ, നിഷ്കലൻ എന്ന് വിളിക്കാനാവുക. അപ്പൊ ഈ നിഷ്കള ശബ്ദം ഉപനിഷത്തില് വേണ്ടത്ര പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്ന് ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്, കാരണം എനിക്ക് ഇപ്പൊ തന്നെ ഇറങ്ങണം. സത്യത്തില് എനിക്ക് ഇറങ്ങേണ്ട ടൈമും ഇന്നത്തെ ക്ലാസ്സും
തമ്മിലൊരു ചെറിയ ഒരു ഉരസലുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഈ ക്ലാസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാണ് എനിക്ക് ഓർമ്മയുണ്ടായത്. കാരണം 5-6 ദിവസമായിട്ട് രാവും പകലില്ലാണ്ട് യാത്രയായിരുന്നു. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇത് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം.